നാളെ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകി എന്നൊരു റിപ്പോർട്ട് വ്യാപകമായ രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം, അതിലെന്തെങ്കിലും ശരികളുണ്ടോ എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. സാധാരണഗതിയിൽ ഇലക്ഷനോടനുബന്ധിച്ച് ഇത്തരം പ്രചരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് വലിയ രീതിയിൽ ചിലപ്പോൾ വിജയപരാജയത്തെ സ്വാധീനിക്കാറുമുണ്ട്. അത് ഏത് പക്ഷത്തോടൊപ്പമാണോ ആ പക്ഷക്കാർ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ഹാൻഡിലാണ് ഇത് വന്നത് എന്നതിനാൽ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഇത് വ്യാപകമായിട്ട് പ്രചരിക്കുന്നു. ചില മീഡിയകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. സുന്നിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സുന്നി നേതാവ് എന്ന് പറഞ്ഞാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറാണ്. അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവാണ്, സുന്നി സംഘത്തിൻ്റെ നേതാവാണ്. മർക്കസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിരിക്കുന്ന അവസാനത്തെ നിലപാട് പറയുന്ന വ്യക്തിയാണ്. അഥവാ അദ്ദേഹമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ അഭിപ്രായത്തിൻ്റെ ആൾ എന്ന തരത്തിൽ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് ഉൾക്കൊള്ളുക എന്നുള്ള സുന്നികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അത്തരം പല ഘട്ടങ്ങളും പല സാഹചര്യങ്ങളും, അത് പാർലമെൻ്റ് ആണെങ്കിലും നിയമസഭയാണെങ്കിലും പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും വരാറുണ്ട്. ഇപ്പോഴത്തെ മർക്കസുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികൾ മർക്കസ് സന്ദർശിക്കാറുണ്ട്. ഇപ്പോൾ BJP സന്ദർശിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ബാക്കി പരമാവധി ഇടത് വലത് പക്ഷത്തിൻ്റെ എല്ലാ ഘടകകക്ഷികൾപ്പെട്ട സ്ഥാനാർത്ഥികളും നേതൃസ്ഥാനത്തുള്ളവരും പ്രാദേശിക തലത്തിലുള്ളവരൊക്കെ കാന്തപുരത്തെ സന്ദർശിക്കുക, അനുഗ്രഹം തേടുക, പ്രാർത്ഥിക്കുക, ഇത് ഒരു സാധാരണ കാഴ്ച പോലെ ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ, ഒരു നിയോജക മണ്ഡലത്തിൽ 2 സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുക എന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമാണ്. അങ്ങനെ ഉണ്ടാവാറില്ല. രണ്ടാളും ജയിച്ചു പോരട്ടെ എന്ന് സാധാരണഗതിയിൽ ഒരു ആശംസ നേരുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ ഇത് പ്രധാനമായിട്ട് വന്നിരിക്കുന്ന കാര്യം, ഒരു സ്ഥാനാർത്ഥി ഒരു നിയോജക മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറം ഇന്നലകളിൽ നടത്തിയിരിക്കുന്ന തെറ്റായിരിക്കുന്ന പ്രവർത്തികൾ, അതല്ലെങ്കിൽ സുന്നി വിരുദ്ധമായിട്ടോ മതപരമായിരിക്കുന്ന കാര്യത്തിലൊക്കെ ഇടപെടുന്നതിലൊക്കെ വീഴ്ച വരുത്തിയാൽ ആ വീഴ്ചകൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് എതിർപക്ഷക്കാർ പ്രചരിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ വരുന്ന സമയത്ത് മർക്കസിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു. അഥവാ മർക്കസിനോട് ചേർന്ന് തന്നെ ഈ മർക്കസിൻ്റെ കീഴിൽ സ്ഥാപിതമായതാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എന്ന് പറയുന്ന കോഴ്സും സ്ഥാപനവും. അപ്പോൾ അവിടെ നടത്തിയിരിക്കുന്ന സർട്ടിഫിക്കറ്റിന് സംസ്ഥാന സർക്കാർ ആ സർട്ടിഫിക്കറ്റിന് അംഗീകാരം റദ്ദു ചെയ്തു. ആ റദ്ദു ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 125-ലധികം കുട്ടികൾ വല്ലാത്ത രീതിയിൽ പ്രയാസമായി. ആദ്യം അതിന് അംഗീകാരം ഉണ്ടായിരുന്നു. ആ സർട്ടിഫിക്കറ്റിന് അംഗീകാരം റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ തുടർ വിദ്യാഭ്യാസവും ഇതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. സാമ്പത്തിക വലിയ നഷ്ടം. 2-3 വർഷങ്ങൾ, 3 വർഷം തോന്നുന്നു അതിൻ്റെ കോഴ്സ്, 4ആണെന്ന് അറിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായ സമയത്ത് മർക്കസിലെ ബസ് സ്റ്റോപ്പിനോട് ചേർന്നിട്ട്, അന്ന് ഇപ്പോഴത്തെ ആ വലിയ ഗേറ്റ് കാര്യങ്ങൾ 5-8 കൊല്ലം മുമ്പുള്ള സംഭവമാണ്, 5 വർഷം എന്തായാലും കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ വലിയ ഗേറ്റ് ഇല്ലാത്ത സമയത്ത് അവിടെ ഒഴിഞ്ഞൊരു പ്രദേശം പോലെ ഉണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് കുത്തിയിരുന്ന് സമരം നടത്തി. ഒരുപാട് കുട്ടികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സങ്കടം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ കുട്ടികൾ പറയുന്നത് യാഥാർത്ഥ്യമാണ്. അവർ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ഇത്ര ഫീസ് കൊടുത്തിട്ട് പഠിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടാതെ വരുന്നു. സ്വാഭാവികപരമായ രീതിയിൽ മാനസികപരമായി പ്രയാസം ഉണ്ടാകും. കുട്ടികൾക്ക് വർഷം നഷ്ടപ്പെട്ടു, സാമ്പത്തികം നഷ്ടപ്പെട്ടു. പിന്നീട് സർട്ടിഫിക്കറ്റിന് അംഗീകാരമില്ലാത്തൊരു സ്ഥിതി വരുന്ന സമയത്ത് വലിയ പ്രയാസം ഉണ്ടാവും. അതൊരു ചെറിയ രീതിയിലുള്ള സമരം പിന്നീട് പൊടുന്നനെ അത് വലിയ രീതിയിലുള്ള ബഹുജന സമരത്തിലേക്ക് വന്നു. അഥവാ രാഷ്ട്രീയ പാർട്ടിക്കാർ അതിലിടപെട്ടു. രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടപെടുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, പിന്നീട് വലിയ ഈ പാർട്ടികൾ അടക്കമുള്ളവർ, അതായത് ദേശീയ സംസ്ഥാന പാർട്ടികളൊക്കെ ഇത് ഇടപെടുകയും മർക്കസിലേക്ക് വരികയും, മർക്കസ് എന്ന് വെച്ചാൽ ഈ സമര പന്തലിൽ വരികയും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള സമരത്തിന് ആഹ്വാനം ചെയ്തു. അതായത് പിന്തുണയുണ്ട് ഏത് തരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ വിഷയങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ആ മേഖലയിൽ ആ ഭാഗങ്ങളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടി സ്ഥാപിച്ചിരുന്നു പിന്തുണ പറഞ്ഞുകൊണ്ട്. അതിൽ പല ആൾക്കാർ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളാണ്, അതായത് എതിർത്തവരും സ്ഥാനാർത്ഥികളാണ്. അവരൊക്കെ മർക്കസുമായിട്ട് ബന്ധപ്പെട്ട് ഈ അനുഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അല്ലെങ്കിൽ സന്ദർശനം നടത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുത്തിപ്പൊക്കിയിട്ട് ഇതെല്ലാം വെച്ചിട്ട് കൊണ്ടാണ് ഇപ്പോൾ എന്ത് പറയുന്നത്, ഇപ്പോൾ ഈ LDFന്
പിന്തുണ നൽകിയിട്ടുണ്ട്. അഥവാ വലതുപക്ഷ മേഖലയിൽ നിന്ന് വേണ്ട വിധമുള്ള പിന്തുണ ഒരു കാലത്തും മർക്കസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് LDFന് പിന്തുണ നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ, മുൻപത്തെ സംഭവങ്ങളും ഇപ്പോഴത്തെ കൂട്ടി കുഴച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മർക്കസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട SYS പോലെയുള്ള അവരുടെ ആധികാരിക സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത്തരമൊരു പ്രസ്താവന ഇറക്കിയിട്ടേ ഇല്ല. അങ്ങനെ ഔദ്യോഗികപരമായ രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിന്തുണ നൽകുന്ന ഒരു നിലപാട് ഒരു കാലത്തും മർക്കസിൻ്റെ ഭാഗത്തുനിന്നോ സുന്നികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത് വ്യക്തിപരമായ രീതിയിൽ, ഇനി വ്യക്തിപരമല്ലെങ്കിൽ പോലും രഹസ്യമായ രീതിയിൽ സംഘടനാപരമായിരിക്കുന്ന നീക്കുപോക്കൾ ഒരുപക്ഷെ ഉണ്ടാവാം. അതൊന്നും ഒരു പബ്ലിക്കായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സുന്നി വിഭാഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ സുന്നികളുടെ പ്രവർത്തകന്മാരും അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും ഒരേ ആശയക്കാരോ രാഷ്ട്രീയപരമായ രീതിയിൽ ഒരേ ആശയക്കാരോ ഒരേ നിലപാടുകാരല്ല. വ്യത്യസ്ത ആശയത്തിലും വ്യത്യസ്ത നിലപാടുകളിലുമുള്ള മതപരമായ കാര്യത്തിൽ മാത്രം ഏകോപിച്ച് നിൽക്കുന്നവരാണ് സുന്നികൾ. AP സുന്നി വിഭാഗത്തിൻ്റെ കൂടുതലായിരിക്കുന്ന ആളുകളും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അഥവാ അതിൽ കോൺഗ്രസ് വരുന്നുണ്ട്, സുന്നികളായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിൽ കോൺഗ്രസ് വരുന്നുണ്ട്, CPM മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികൾ വരുന്നുണ്ട്. മുസ്ലിം ലീഗുകാർ പോലും AP സുന്നികളുടെ സുന്നിയെ മതപരമായ രീതി അല്ലെങ്കിൽ സുന്നി ആശയപരമായി അംഗീകരിക്കുകയും രാഷ്ട്രീയപരമായ രീതിയിൽ ലീഗിന് വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. വ്യത്യസ്ത തലത്തിലും വ്യത്യസ്ത കോണിലും വ്യത്യസ്ത രീതിയിലുമാണ് സുന്നികളോടൊപ്പം ഈ സുന്നി പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ അനുഭാവികളുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളില്ല എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. കേരളത്തിലെ മൊത്തമുള്ള ഈ സുന്നി പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരെ രാഷ്ട്രീയപരമായ രീതിയിൽ ഏകോപിപ്പിക്കാൻ ഒരു കാലത്ത് സുന്നികൾക്ക് സാധിച്ചിട്ടില്ല. അത് സാധിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യം കൃത്യമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തണം എന്ന് താല്പര്യമുള്ളവർ തന്നെ കുറവുള്ളവരുണ്ട്. വോട്ട് രേഖപ്പെടുത്താത്ത ഒരുപാട്, നമ്മൾ പ്രവാസിയായിട്ട് SIRുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നോക്കുന്ന സമയത്ത് ജീവിതത്തിൽ ഇന്ന് വരെ വോട്ട് ചെയ്യാത്ത നല്ലൊരു ശതമാനം പ്രവാസികളുണ്ട് എന്നുള്ളതാണ്. വോട്ടർ ലിസ്റ്റിൽ പേര് വരാത്ത, ഐഡൻറ്റി കാർഡ് ഇല്ലാത്ത, വോട്ട് എന്താണെന്ന് അറിയാത്ത, വോട്ട് അവിടെ ചെയ്യണമെന്ന് അറിയാത്ത നല്ലൊരു വിഭാഗം പ്രവാസികളുണ്ട് എന്ന് പറയുന്ന സമയത്ത് ചെറിയ സംഭവമൊന്നുമല്ല. ഈ SIRുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പൗരത്വത്തിലേക്ക് നീങ്ങുമെന്നുള്ള വിഷയം വന്ന സമയത്താണ് ഇവരൊക്കെ യഥാർത്ഥത്തിൽ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാക്കാനുള്ള ശ്രമം പോലും നടത്തിയത്. 25-35 വർഷം ഈ വോട്ട് ചെയ്യാത്തവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതാണ്. നമ്മൾ SIRായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ സമയത്തെല്ലാം പല പ്രവാസികളും നമ്മളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരത് പറയാറുണ്ട്, ഇന്ന കാര്യങ്ങളാണ്, ഞങ്ങൾ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ചില ആളുകൾ എന്തുണ്ടാവും, സ്ഥിരമായ രീതിയിൽ താമസം ഉണ്ടാവില്ല, ഇവിടെ ആയിരിക്കും വീട്, പക്ഷേ താമസം കൂടുതലും ഗൾഫിലായിരിക്കും, അവിടെ നിന്നായിരിക്കും കുട്ടി ജനിച്ചിട്ടുണ്ടാവുക, അവിടുത്തെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും ഉണ്ടാവുക, അവിടുത്തെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ജനന സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉണ്ടാവുക. ആ ജനന സർട്ടിഫിക്കറ്റ് ഇവിടെ വോട്ടർ ലിസ്റ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ കുറേ നിയമപരമായിരിക്കുന്ന പ്രശ്ന കാര്യങ്ങളൊക്കെ SIRുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് പല കോണുകളിലും പല രീതിയിലും പല ആളുകളും പല രൂപത്തിലാണ്. അവരെല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് സുന്നി ആശയത്തിലും അതിൻ്റെ കാര്യത്തിലും ഒക്കെ ഒന്നിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, അതൊരു ന്യായമാണ്, അതിൽ നിൽക്കുകയും ചെയ്യും. അത് രാഷ്ട്രീയത്തിലേക്ക് എടുത്തു ചാടുന്ന സമയത്ത് അത് വ്യതിചലിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് മുൻപും അങ്ങനെ തന്നെയാണ്. അതായത് ഔദ്യോഗികപരമായ രീതിയിൽ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിം അദ്ദേഹത്തിന് വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമുള്ള വ്യക്തിയാണ്. നാട്ടിലുണ്ടാകുന്ന സമയത്ത് പരമാവധി അദ്ദേഹം വോട്ട് ചെയ്യാറുണ്ട്, അത് സ്വാഭാവികമാണ്. പിന്നെ മതപരമായിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടതുപക്ഷം ഒരുപാട് സഹായം നൽകിയിട്ടുണ്ടാകും. കാരണം അത് വലതുപക്ഷത്തെ എതിർക്കുന്ന ആശയക്കാരാണ് എന്ന് തോന്നിയുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതൊക്കെ പിന്നെ ഒരു സ്ഥാപന നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ EK വിഭാഗം സുന്നിയുടെ ഭാഗത്ത് നിന്നും ചില സമയത്ത് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്നത്, അതായത് ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായിരിക്കുന്ന പിന്തുണയല്ല, ഗവൺമെൻറ് തന്നെ നയിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് എടുക്കുക ചില തീരുമാനങ്ങൾ ശരിയാണ് എന്ന് ശരിവെക്കുന്ന രീതിയിൽ ഉള്ള നിലപാടിലേക്ക് മുത്തുക്കോയ തങ്ങൾ പോലും പലപ്പോഴും എത്തിയിട്ടുണ്ട്. അത് വലതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയങ്ങൾ ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ വലതുപക്ഷത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വിമർശിക്കുന്ന വ്യക്തി ആയിരിക്കെ കഴിഞ്ഞ പ്രാവശ്യം 2 ഇലക്ഷൻ ഇവിടെ നടന്നു. ഒന്ന് പാർലമെൻറ്റ് ഇലക്ഷൻ നടന്നു, മറ്റൊന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ ആ സമയത്ത് സുന്നികൾ പറഞ്ഞിരിക്കുന്ന EK വിഭാഗം സുന്നികൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വോട്ടിംഗ് ബാങ്ക് പോലും വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് എന്ന തരത്തിലായിരുന്നു.
അഥവാ ഇടതുപക്ഷ അനുഭാവത്തിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഇത് പറയപ്പെട്ടത്. ഇലക്ഷൻ നടന്നു, എവിടെയും ഫലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF ഇവിടെ ജയിച്ചു കയറിയത്. അതുകൊണ്ട് അത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സമയത്ത്, അഭിപ്രായം പറയുന്ന സമയത്ത് അത് ഗുണത്തെക്കാരെ വലിയ ദോഷം ഉണ്ടാവും. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്ത് നിന്ന് വലതുപക്ഷത്തിനെതിരെ അഥവാ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകുന്ന ഒരു നിലപാട് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 100% അങ്ങനെ നിലപാട് എടുത്തിട്ടില്ല. അങ്ങനെ ഒരു നിലപാട് എടുക്കാറില്ല. ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ നിലപാടെടുത്താൽ അത് രാഷ്ട്രീയപരമായി കേരളത്തിൽ വിജയിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾക്ക് കഴിഞ്ഞ കാലത്തെ 5-10 ഇലക്ഷൻ എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.